മരണം എപ്പോൾ, എങ്ങനെ, ഏത് രൂപത്തിൽ ആർക്കു മുന്നിൽ എത്തുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല, പ്രവചിക്കാൻ സാധിക്കില്ല. അതിന്റെ നേർ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു സാംസ്കാരിക വേദിയിൽ ഗായകനും സംഗീത സംവിധായകനുമായ എം ജയചന്ദ്രന് മുന്നിൽ സംഭവിച്ചത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ ഏറെ ഭീതിപ്പെടുത്തുന്ന മരണം എന്ന സത്യം അതിവേഗം വന്നതിന്റെ കാഴ്ചയാണ് ജനങ്ങൾ കൺമുന്നിൽ കണ്ടത്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഭയന്നു നിൽക്കുകയായിരുന്നു വേദിയിലും സദസ്സിലുമുണ്ടായിരുന്ന നൂറുകണക്കിന് പേർ. അതിന്റെയും കാഴ്ചകളാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ചിരസ്മരണീയനായ ദേവരാജൻ മാസ്റ്ററുടെ ഓർമ്മ ദിനത്തിൽ ജി ദേവരാജൻ മെമ്മോറിയൽ ട്രസ്റ്റുമായി ചേർന്ന് നടന്ന സംഗീത രാവിലാണ് പ്രശസ്തനായ പോറ്റി സാറിനെ ആദരിക്കുവാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് മാർച്ച് 15-ാം തീയതി പരിപാടി ഒരുക്കിയത്. പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചറും എം ജയചന്ദ്രനും ഗായകൻ ശ്രീറാമും സതീഷ് ദേവരാഗപുരവും ഒക്കെയുള്ള വേദിയായിരുന്നു അത്. എല്ലാവരും ചേർന്നാണ് പോറ്റി സാറിനെ പൊന്നാട അണിയിച്ചത്. സന്തോഷത്തോടെയായിരുന്നു അദ്ദേഹം ആ സ്വീകരണം ഏറ്റുവാങ്ങിയത്. തുടർന്ന് അദ്ദേഹത്തിന് നന്ദി പറയാനുള്ള അവസരം. ആ നേരം എം ജയചന്ദ്രൻ സമീപത്തെ കസേരയിലേക്ക് മാറിയിരിക്കുന്നതും കാണാം. പിന്നാലെയാണ് അദ്ദേഹത്തിന് സംസാരിക്കുവാൻ മൈക്കു നൽകുന്നത്. കോട്ട്ലെസ് മൈക്ക് വാങ്ങി സദസ്സിനോട് സംസാരിച്ചു തുടങ്ങിയതിനു പിന്നാലെ ഞൊടിയിടയിൽ അദ്ദേഹത്തിന്റെ കൃഷ്ണമണികൾ പതിയെ മുകളിലേക്ക് നീങ്ങി ശരീരം തളർന്ന് കുഴയുകയായിരുന്നു. ഉടനെ ചുറ്റും നിന്നവർ താങ്ങിയെടുക്കാൻ ശ്രമിക്കുന്നതും വെള്ളവും മറ്റും കുറച്ചായി നൽകി പിടിച്ചെഴുന്നേൽപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം ഓമനക്കുട്ടി ടീച്ചറുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു ജയചന്ദ്രൻ. അദ്ദേഹം വീണുകഴിഞ്ഞ് ബഹളം കേട്ടാണ് ജയചന്ദ്രൻ സംഭവം ശ്രദ്ധിക്കുന്നത്. ആളുകൾ കൂടി നിൽക്കുന്നതിന് പിന്നാലെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു അദ്ദേഹം. ഉടൻ തന്നെ ദേവരാജൻ മാസ്റ്ററുടെ പ്രിയപ്പെട്ട ശിഷ്യയായിരുന്ന ഡോക്ടർ രശ്മി ഓടി വന്ന് പരിശോധിക്കുകയും ആംബുലൻസിന്റെ വരവിനെ കാത്തു നിൽക്കാതെ ഭാരത് ഭവന്റെ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ വാഴമുട്ടം ചന്ദ്രബാബുവിന്റെ മടിയിൽ തലവെച്ചു കിടത്തിയാണ് പോറ്റിസാറിനെ PRS ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തത്. അന്ന് മാർച്ച് 15-നായിരുന്നു ഈ സംഭവം നടന്നത്, കൃത്യം ഒരു മാസം മുമ്പ്. എന്നാൽ അന്ന് വൈകിട്ട് അദ്ദേഹത്തിന് മറഞ്ഞുപോയ ബോധം ഇന്നലെ 16-ാം തീയതി പുലർച്ചെ 4:30 വരെയും തിരികെ വന്നിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് പ്രതീക്ഷകളെല്ലാം മായ്ച്ചു കളഞ്ഞ് പോറ്റിസാർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തലസ്ഥാന നഗരിയിൽ പലരും നോട്ടീസ് പോറ്റി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. VSC ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇപ്പോൾ സ്നേഹിതർ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.